ഹൈ പെർഫോമർ ആകാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്പുകളാണ് നാം എടുക്കേണ്ടത്, ഏതെല്ലാം സ്റ്റെപ്പാണ് നാം ഹൈ പെർഫോമൻസിന് ഉപയോഗിക്കേണ്ടത്? ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഹൈ പെർഫോമൻസ് ഉണ്ടാകണമെങ്കിൽ ആ സിസ്റ്റം, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും എല്ലാ മേഖലയിലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പായി ഞാൻ പറയുന്നത് ഫൈൻഡ് യുവർ നിഷ്. നിങ്ങളെ നിഷ് ഏതാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. പല മേഖലകളിൽ നിങ്ങൾ ശ്രമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. ഫൈൻഡ് യുവർ നിഷ്, വിച്ച് ഏരിയ യു ക്യാൻ എക്സൽ ഇൻ. നിങ്ങളുടെ സ്കിൽ ഏതാണ്, നിങ്ങളുടെ പാഷൻ ഏതാണ്, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന മേഖല ഏതാണ്, ആ മേഖലയെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഹൈ പെർഫോമർ ആയിട്ടുള്ള ആരെങ്കിലും പേര് കണ്ടെത്തുക. ഉദാഹരണമായി സച്ചിൻ തെണ്ടുൽക്കർ ആകാം, നരേന്ദ്രമോദി ആകാം, ജോക്കോവിച്ച് ആകാം, സെറീന വില്യംസ് ആകാം, മോഹൻലാൽ ആകാം. ഇവരെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യം കേൾക്കുന്നത് എന്താണ്, ചിന്തയിലേക്ക് വരുന്നത് എന്താണ്? സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ബാറ്റ്സ്മാൻ അല്ലേ. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യനാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു ആക്ടറെയാണ് നിങ്ങൾ കാണുന്നത്. ജോക്കോവിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ, സെറീന വില്യംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബാഡ്മിൻ്റൺ പ്ലെയറെയാണ്. നിങ്ങളുടെ പേര് പറയുമ്പോൾ ആളുകൾ എത്രയും പെട്ടെന്ന് ഓർക്കേണ്ടത് എന്താണ്? ഒരു ബിസിനസ്മാൻ, ഓൺട്രപ്രണർ, കോച്ച്, ഒറേറ്റർ, റൈറ്റർ. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ആ നിഷ് ഏരിയ, അതിന് ഞാൻ പറയുന്നത് മൈക്രോ ക്ലാരിറ്റി എന്നാണ്. ഞാൻ ക്ലയൻസിന് കൺസൾട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മൈക്രോ ക്ലാരിറ്റി. ആ ക്ലാരിറ്റി റിപ്പോർട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ സെൽഫ് അവെയർനെസ് എന്താണ്, നിങ്ങൾ ഏത് മേഖലയിലാണ് എക്സൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ നിഷ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾ ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങളുടെ നിഷ് ഏരിയ കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, മൈക്രോ ഫോക്കസ് അല്ലെങ്കിൽ ലേസർ ഫോക്കസ് എന്ന് പറയും. ഒരു നിഷ് ഏരിയ കണ്ടെത്തിയാൽ ആ നിഷ് ഏരിയയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. നിങ്ങളുടെ ആരോഗ്യം, സമയം, സമ്പത്ത്, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫോക്കസ്. ഇത് ലോകത്തിലെ പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു കടലാസിലേക്ക് നാം ഫോക്കസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ ആ കടലാസ് കത്തി എരിയുന്നത് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ആ ലേസർ ഷാർപ്പായി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ കത്തി എരിഞ്ഞ് നിങ്ങൾ ഉയരുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു തീപ്പന്തമായി ജ്വലിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു വലിയ ടോർച്ച് ബിയറായി മാറുവാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസാണ്. നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന മേഖലയിൽ നിങ്ങളുടെ നിഷ് ഏരിയയെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. മൂന്നാമത്തെ കാര്യമാണ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ ഏറ്റവുമായി നിങ്ങൾ നിഷ് ഏരിയ കണ്ടെത്തി, നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ഉള്ള കാര്യമാണ് കീസ്റ്റോൺ ഹാബിറ്റ്. ഒരു കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ 4 മുതൽ 7 വരെയായിരിക്കാം കീസ്റ്റോൺ ഹാബിറ്റ്. ഞാനൊരു എഴുത്തുകാരനും പ്രഭാഷകനും ഒരു കോച്ചുമാണ്. എൻ്റെ കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുന്നത് എഴുതുക, സംസാരിക്കുക, എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക തുടങ്ങിയ മേഖലകളാണ്. അങ്ങനെ 7ഓളം മേഖലകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ എഴുതുവാനായി എനിക്ക് ദിവസവും നോളജ് അക്വയർ ചെയ്യണം. സംസാരിക്കാനായി ഞാൻ കൂടുതൽ കാര്യങ്ങൾ വായിക്കണം. എക്സ്പേർട്സുമായി കൺസൾട്ട് ചെയ്യണം. ഞാൻ എൻ്റെ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ പിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്താൽ, ധാരാളം 4 മുതൽ 7 വരെയുള്ള കീസ്റ്റോൺ ഹാബിറ്റുകൾ ചെയ്താൽ മാത്രമാണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുക, നിങ്ങളുടെ നിഷ് ഏരിയ എന്താണ്? നിങ്ങൾ നിഷ് ഏരിയയിൽ എക്സൽ ചെയ്യാനുള്ള നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് എന്താണ്? ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നയാൾ, അയാൾക്ക് കൃത്യമായി ഉണ്ടാവും കീസ്റ്റോൺ ഹാബിറ്റ്. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു കീസ്റ്റോൺ ഹാബിറ്റാണ്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കിൽസ് ഒരു കീസ്റ്റോൺ ഹാബിറ്റാണ്, ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കീസ്റ്റോൺ ഹാബിറ്റാണ്, ഡിസിപ്ലിൻ കീസ്റ്റോൺ ഹാബിറ്റാണ്. ഇത് ഓരോ ആളുകൾക്കും വേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള കീസ്റ്റോൺ ഹാബിറ്റാണ്. നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് എന്താണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണെങ്കിലും ആഗ്രഹമുള്ള, ശ്രമിക്കുന്ന ഏത് സാധാരണക്കാരനും ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. നിങ്ങൾക്ക് തയ്യാറാണോ നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തുവാൻ, നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് ഫോളോ ചെയ്യുവാൻ? തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ കാര്യമാണ്, ഒരു ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ പരാജയപ്പെടുകയും മുന്നോട്ട് പോകാൻ കഴിയാതെയും പോകുന്ന ഒരു മേഖല. അതാണ് ഡെയിലി മൊമെൻറ്റം എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ആരംഭിച്ചു, പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൽ 99.9% ആളുകൾ നേരിടുന്ന പ്രശ്നമാണ്
ഡെയിലി മൊമെൻറ്റം ഇല്ല. ഇന്ന് തുടങ്ങി നാളെ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചു അടുത്ത കൊല്ലം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, 1-ാം തീയതി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, തിങ്കളാഴ്ച ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, തുടങ്ങി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മാറ്റിവെക്കുക, മടി. ലേസിനെസ്സും പ്രോക്രാസ്റ്റിനേഷനും ലോകത്ത് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം ഇതൊരു ബ്രെയിനിൻ്റെ ഡിഫോൾട്ട് സിസ്റ്റമാണ്. നിങ്ങളെ ഒരു മടിയനാക്കി നിർത്തുക എന്ന് പറയുന്നത്, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ബ്രെയിനിൻ്റെ ആവശ്യമാണ്. കാരണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ആക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന റിസ്ക് വളരെ വലുതാണ്. ഒരു അഡ്വഞ്ചറായ കാര്യം ചെയ്യുമ്പോൾ, ഒരു റിസ്ക്കായ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പണം നഷ്ടമുണ്ടാകാൻ, ആരോഗ്യ നഷ്ടമുണ്ടാകാൻ സാധ്യതയെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് ബ്രെയിൻ ഓൾവേസ് വാണ്ട്സ് യു ടു ബി എ മൺടെയിൻ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള മുന്നോട്ട് പോകാത്ത അനങ്ങാതിരിക്കുന്ന ആളായി ഇരിക്കാനാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഡെയിലി മൊമെൻറ്റം ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് ഡെയിലി ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആൾക്ക് അത് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ബിസിനസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ഡെയിലി മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ഹാബിറ്റ് കോച്ചിങ്ങിൽ, എൻ്റെ ഹൈ പെർഫോമൻസ് കോച്ചിങ്ങിൽ ഞാൻ ഏറ്റവും അധികം ആളുകളെ സഹായിക്കുന്നത് അങ്ങനെയാണ്, ഡെയിലി മൊമെൻറ്റം ഉണ്ടാക്കുക. ചിലപ്പോൾ പരാജയങ്ങൾ വരും, ചിലപ്പോൾ സംശയങ്ങൾ വരും, ചിലപ്പോൾ സെറ്റ് ബാക്സ് ഉണ്ടാകും. പക്ഷേ സംശയത്തെ മറികടന്നുകൊണ്ട്, പരാജയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, കളിയാക്കലുകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഡെയിലി മൊമെൻറ്റം എന്ന് പറയുന്നത്. 5-ാമത്തെ കാര്യമാണ്, നിങ്ങൾ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ റിവ്യൂ സിസ്റ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഡെയിലി പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. എങ്ങനെയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്? എൻ്റെ അടുക്കൽ വരുന്ന ധാരാളം ആളുകൾ, കൺസൾട്ട് ചെയ്യുന്ന പല ബിസിനസ് പേഴ്സണാലിറ്റീസും അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സും അവർക്ക് കൃത്യമായ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പറയുകയാണ് എത്ര കസ്റ്റമറിനെ അക്വയർ ചെയ്യണം, നിങ്ങളുടെ റവന്യൂ ടാർഗറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ എത്ര കസ്റ്റമർ വേണം, എത്ര ലീഡ്സ് വേണം, എത്ര കോൾസ് കംപ്ലീറ്റ് ചെയ്യണം, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി എത്ര റവന്യൂ അച്ചീവ് ചെയ്യണം. ഇതെല്ലാം കൃത്യമായി നമ്മൾ എഴുതി തയ്യാറാക്കുകയാണ്. ഓരോ ദിവസവും എന്ത് പ്രോഗ്രസ്സാണ് വേണ്ടത്, ഓരോ ആഴ്ചയും എന്ത് പ്രോഗ്രസ്സാണ് വേണ്ടത്, ഓരോ മാസവും ഓരോ ക്വാർട്ടറിലും ഇയർലിയും എന്ത് പ്രോഗ്രസ്സാണ് വേണ്ടതെന്ന് കൃത്യമായ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതില്ലാത്തടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതാണ് പറയുന്നത്, ഇഫ് യു കനോട്ട് മെഷർ സംതിങ് ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, യു നീഡ് ടു ഹാവ് എ മൈക്രോ റിവ്യൂ സിസ്റ്റം. ഞാൻ എപ്പോഴും മൈക്രോ എന്ന വാക്ക് ഉപയോഗിക്കും, കാരണം സിസ്റ്റം എല്ലാവർക്കുമുണ്ട്, ഡിസിപ്ലിൻ എല്ലാവർക്കുമുണ്ട്, പക്ഷേ മൈക്രോ തലത്തിലാണ്. അതുകൊണ്ട് എൻ്റെ മെത്തേഡിന് ഞാൻ മൈക്രോ അസൻ മെത്തേഡ് എന്ന് പറയുന്നത്. മൈക്രോ അവെയർനെസ്, മൈക്രോ ഹാബിറ്റ്സ്, മൈക്രോ സ്ട്രാറ്റജീസ്, മൈക്രോ ആക്ഷൻസ്, ഇങ്ങനെ എല്ലാം മൈക്രോ തലത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മൈക്രോ ക്ലാരിറ്റിയെക്കുറിച്ച് പറഞ്ഞു. മൈക്രോ തലത്തിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ ബിൽഡ് ചെയ്യുവാൻ, റിവ്യൂ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 6-ാമത്തെ കാര്യമാണ്, നമ്മുടെ ഈ മെൻറ്ററിങ് പ്രോഗ്രാമിൽ, അതല്ലെങ്കിൽ നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നിങ്ങളുടെ പ്രോഗ്രസ്സിന് നിങ്ങൾ ആരോടാണ് അക്കൗണ്ടബിൾ? നിങ്ങളോട് തന്നെ അക്കൗണ്ടബിൾ ആകാൻ സാധിക്കും, പക്ഷേ നിങ്ങളോട് അക്കൗണ്ടബിൾ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് അഷ്വർ ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് നിങ്ങൾ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നത് ആർക്കാണ്? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങളുടെ ഒരു കോച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആയിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇത് ഹൈ പെർഫോമൻസ് വേണ്ടതിൻ്റെ 6-ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്താൻ സാധിക്കണം. ആ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും സജഷൻസും അഡ്വൈസ് നൽകുന്ന ആളായിരിക്കണം. പൊതുവേ ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞാൻ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല, ഞാൻ ആർക്കും ഇന്നത് ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ കേൾക്കുകയും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോബ്ലം ആകട്ടെ, പേഴ്സണൽ പ്രോബ്ലം ആകട്ടെ, നിങ്ങളുടെ ബിസിനസ് എത്ര ചെയ്തിട്ടും ഗ്രോ ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എത്തുന്നില്ലായിരിക്കാം, നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റം വരുന്നില്ലായിരിക്കാം. ഞാനത് കേൾക്കുകയും പ്രശ്നം മനസ്സിലാക്കുകയും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുകയാണ്. ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസിലൂടെയാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇതിൽ ഏറ്റവും നല്ലത് എന്താണ്? ഇവിടെയാണ് സെൽഫ് അവെയർനെസ്. ഫസ്റ്റ് സ്റ്റേജിൽ സെൽഫ് അവെയർനെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വ്യക്തിത്വമായി നിങ്ങൾ മാറേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം ഉണ്ടാകുന്നത്. 7-ാമത്തെ കാര്യമാണ് എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം. പല ആളുകളും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. രാത്രിയും പകലും അധ്വാനിക്കുകയാണ്, സമയമില്ലാതെ അധ്വാനിക്കുകയാണ്, പക്ഷേ വിജയത്തിൻ്റെ കാര്യത്തിലോ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലോ മാറ്റത്തിൻ്റെ കാര്യത്തിലോ കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. ഞാൻ വളരെ കൃത്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ടൈമും അതൊരു പ്രീഷ്യസ് റിസോഴ്സാണ്.
ഒരു കാരണവശാലും നിങ്ങൾ എനർജിയോ ടൈമോ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെയാണ് 80-20 പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ 80% സമയവും അല്ലെങ്കിൽ അധികം സമയവും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. നിങ്ങളുടെ എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. നിങ്ങളുടെ വിൽ പവർ അല്ല കാര്യം. നിങ്ങൾ ചിലപ്പോൾ ശക്തമായ വിൽ പവർ ഉള്ള ആളായിരിക്കാം, എനർജി ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എനർജി മാനേജ് ചെയ്യുവാൻ, സമയത്തെ മാനേജ് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് പണമുണ്ടാക്കുന്നത് മാത്രമല്ല, വലിയ വിജയങ്ങൾ നേടുന്നത് മാത്രമല്ല, അത് ഇമോഷണൽ വെൽബീയിങ്, ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, റിച്ച്നെസ്, ആരോഗ്യം, ഇതെല്ലാം ഉള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സമയവും നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഓഡിറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ 7 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കും. ഹൈ പെർഫോമൻസ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ്സ് എ മാരത്തോൺ. പക്ഷേ നിങ്ങൾ ഏത് വ്യക്തിയായാലും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഈ കൗൺസിലിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കുന്ന മൈക്രോ അസൻ മെത്തേഡ്, നിങ്ങളുടെ അവെയർനെസ്, മൈക്രോ ഹാബിറ്റ്സ്, മൈക്രോ സ്ട്രാറ്റജീസ്, മൈക്രോ എക്സിക്യൂഷൻ, മൈക്രോ റിവ്യൂ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെ നിങ്ങളെ കടത്തിവിട്ടുകൊണ്ട് ഒരു നല്ല മെൻറ്ററായി, നല്ല അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായി, ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിത്വമായി നിങ്ങളുടെ കൂടെയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ വർഷം 30 പേരെയാണ് ഹൈ പെർഫോമർ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നത്. നിങ്ങളുടെ ക്ലാരിറ്റി ഫിൽട്ടർ ചെയ്ത ശേഷം നിങ്ങൾ ഈ പ്രോസസ്സിൽ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും യാത്ര നിങ്ങൾക്ക് കൂടാം. 2026 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത മാസം 1-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, മൺഡേ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. തീരുമാനം എന്ന് പറയുന്നത് തീരുമാനിച്ചുവെങ്കിൽ, ഹൈ പെർഫോമർ ആകണമെന്ന് തീരുമാനിച്ചുവെങ്കിൽ നിങ്ങൾ തീരുമാനം ഉടനെ നടപ്പിലാക്കുക. ഒരിക്കലും ഒരു ആവറേജായി ജീവിതം നശിപ്പിക്കരുത്. അതാണ് എൻ്റെ റിക്വസ്റ്റ്. എപ്പോഴും ഒരു എക്സലൻ്റായി, എബോവ് ആവറേജായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാകുന്നത്. അതിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.